എൻ്റെ പേര് എൻ.എ. സാബു. ഞാൻ കോലഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും UDFിൻ്റെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ചെയർമാനുമാണ്. എനിക്കെതിരെ 2 ദിവസം മുമ്പ് ഇതേ പ്രസ് ക്ലബിൽ എൻ്റെ ഒരു ബന്ധു ഈ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് ഞങ്ങളുടെ കുടുംബ വഴക്കാണ്. അത് CPM ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വെറും 1.5 മാസമായിട്ടുള്ളൂ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്. അപ്പം എന്നെ തേജോവധം ചെയ്യാനും ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു പച്ച മനുഷ്യനാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു ജനപ്രതിനിധിയല്ല. ഞാൻ കഴിഞ്ഞ തവണ വാളാനി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റു. അങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഏത് സമയത്തും ആര് വിളിച്ചാലും എന്തിനും ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തനം ഞാൻ. എന്നെ ഇത്തരത്തിൽ 2021 ഇത്ര വലിയൊരു സംഖ്യ ഞാൻ കൈപ്പറ്റിയെന്നവർ പറയുന്നു. ഞാൻ അങ്ങനെ ഒരു സംഖ്യ കൈപ്പറ്റിയിട്ടില്ല. ഞാൻ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും എൻ്റെ വ്യക്തിപരമായ എൻ്റെ വസ്തു ഒരു ജപ്തി നടപടികൾ വന്നപ്പോൾ ഞാൻ 2-3 ആളുടെ പൈസക്ക് മേടിച്ചിട്ടുണ്ട്. അത് ചെക്ക് ലീഫ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. എൻ്റെ വീട് കരാർ എഴുതി മേടിച്ചിട്ടുണ്ട്. അതെൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതെൻ്റെ ജീവിത സാഹചര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 55 വയസ്സായി. ഇന്നവരൊരു ഒരു ഒരു മൂക്കുപൊടി പോലും ഞാൻ വലിച്ചിട്ടില്ല. ഇന്നവരെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. എനിക്ക് ഒരു ചെറിയ കച്ചവടമുണ്ട്. രാവിലെ 6 മണിക്ക് മാർക്കറ്റിൽ പോയി സാധനം എടുത്ത് ചാക്ക് ചുമന്ന് സാധനം എടുത്ത് കൊണ്ട് വെച്ചിട്ട് ആണ് ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ നടക്കുന്നത്. എനിക്കൊരു ചെറിയ ജോലിയും എനിക്ക് ആരെയും കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ എനിക്കൊരു ഉദ്ദേശമില്ല. ഞാൻ കോലഴി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആവുന്നത് 3-ാം തവണയാണ്. 1995 മുതൽ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആ നാൾ മുതൽ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. ഏത് സാഹചര്യത്തിലും ജനങ്ങളെ സഹായിക്കുക എന്നല്ലാതെ ആരെയും വഞ്ചിക്കുക എന്നതിൻ്റെ അജണ്ടയില്ല. ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, സത്യമാണ്. കടമായി കാശ് മേടിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഈ ഔസേപ്പ് എൻ്റെ സൊസൈറ്റിയിൽ ഞാനൊരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ഇപ്പോഴല്ല, ആ സംഘത്തിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സ്പിരിറ്റ് കേസിൽ പെട്ട് കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും അവരുടെ 2 ബൈക്കുകൾ ആക്റ്റീവ ബൈക്കുകൾ ഇപ്പോഴും ഒരു സ്റ്റേഷനിൽ തുരുപിടിച്ചു പോകാം. അതിൽ നിന്നൊക്കെ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനാണ് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ മകന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റിയിൽ താൽക്കാലിക ജീവനക്കാരെ വെച്ചത്. ആ ജീവനക്കാരനായി വെച്ച് 6 മാസം തികയുമ്പോഴേക്കും അദ്ദേഹം ലഹരികളൊക്കെ അടിച്ചു വന്ന് അവരുടെ സ്റ്റാഫുമായി അടികളുണ്ടാക്കി, വഴക്കുണ്ടാക്കി. പിന്നീട് പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു ലേഡി സ്റ്റാഫുമായിട്ട് അദ്ദേഹം അപമര്യാദ പെരുമാറിയപ്പോൾ ഉടനടി ഞാൻ ഈ അടിയന്തര യോഗം വിളിച്ച് അദ്ദേഹത്തെ പുറത്താക്കി. ആ സൊസൈറ്റിയുടെ ഡയറക്ടറാണ് ഈ സരിത സന്തോഷ്, പഞ്ചായത്ത് മെമ്പറാണ്, കോലഴി പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെയൊക്കെ അങ്ങനെ പുറത്താക്കിയതിന്റെ വൈരാഗ്യമൊക്കെ അദ്ദേഹത്തിന് എനിക്കോട് ഇത് വെച്ച് മുതലെടുത്ത് എന്നെ തേജോവധം ചെയ്യാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇലക്ഷൻ കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പുലർച്ചെ ഒരുപാട് ഉമ്മക്കത്തുകളൊക്കെ അദ്ദേഹം തയ്യാറാക്കി എല്ലാ വീടുകളിലും കൂടി. എന്നിട്ട് ഞാൻ ജയിച്ചു. ഞാൻ പ്രസിഡന്റായി. കോലഴി ഗ്രാമപഞ്ചായത്ത് CPMന്റെ LDFന്റെ കീഴിലായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. വെറും 2 മാസമാവുമ്പോഴേക്കും നിരന്തരമായ സമരങ്ങൾ, നിരന്തരമായ പ്രശ്നങ്ങൾ. ഇതില് CPMന്റെ MLA സേവ ചിറ്റിലപ്പള്ളിക്ക് എന്നോടുണ്ടാവാനുള്ള വൈരാഗ്യം എന്ന് പറയുന്നത്, അദ്ദേഹം കോലഴി ഗ്രാമപഞ്ചായത്തിന് 9 മിനിമാസ് ലൈറ്റുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരൂർ വടകുളമ്പ ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് അവിടെ ഒരു മിനിമാസ് ലൈറ്റ് വെക്കണമെന്ന് അവിടുത്തെ ഭരണസമിതി ആവശ്യപ്പെട്ടപ്പോൾ അടിയന്തരമായി അവിടേക്കൊരു മിനിമാസ്റ്റ് ഞാൻ അനുവദിക്കുകയും
അത് പൂരത്തിന് മുമ്പ് തെളിയിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ആ പോയിന്റിൽ നിന്നും അദ്ദേഹത്തിന്റെ മീമാസ്റ്റ് മാറിയതാണ് അദ്ദേഹത്തിന് വലിയൊരു വൈരാഗ്യം ഉണ്ടാകുന്ന കാരണം. അത് മുടക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യം നടന്നു. പിന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി വികാസ് രാജ്, അദ്ദേഹം അവിടുത്തെ കോഴി ഗ്രാമപഞ്ചായത്തിന്റെ പഴയ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ കാറാണ് കോഴി ഗ്രാമപഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ടി ഓടുന്നത്. ഞാൻ ആ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ആ കാറിന്റെ ഉടമസ്ഥൻ, അതിൽ ടെൻഡർ വെച്ചിരിക്കുന്ന ആള് 2.5 വർഷമായി മരണമടഞ്ഞു പോയതാണ്. ആ പരേതനാണ് ഇപ്പോഴും ആ കാറിന്റെ എഗ്രിമെന്റ് തുക പഞ്ചായത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് രേഖകൾ ഞാൻ കയ്യിലെടുത്ത് വികസന സെമിനാറിൽ ഇദ്ദേഹം വന്നവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ ഹാലിളകി. എന്നെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെയും ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടാണ് ഈ ഔസേപ്പിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാശ് കടം മേടിച്ചു, എന്റെ വീട് വരെ കരാർ എഴുതി ഞാൻ കാശ് മേടിച്ചിട്ടുണ്ട്. ഞാൻ 3-ാം തവണയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. ഞാൻ അങ്ങനെ തട്ടിപ്പുകാരനോ വെട്ടിപ്പുകാരനോ ആണെങ്കിൽ ഞാൻ ഇത്രയും കാലം ഒരു പൊതുപ്രവർത്തനത്തിൽ നിൽക്കില്ല. എന്റെ പേരിൽ നിരന്തരമായി ഇങ്ങനെ ഓരോ അലിഗേഷനുകളും പറഞ്ഞ് പരാതി കൊടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഔസേപ്പിനെ 2 ദിവസം മുമ്പ് കോലടി പഞ്ചായത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് എന്നെ മാനഹാനി വരുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ, കോലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് സുമിത ഷാജി, SC ബിജു പഞ്ചായത്ത് മെമ്പറാണ്. അവർ കടന്നു പോകുമ്പോൾ അവരെ ഷോളോട് തട്ടി പ്രകോപിപ്പിച്ചു. അവർ സാമാന്യ നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിലായി. ഈ സ്ത്രീകളെ എങ്ങനെയാണ് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗുണ്ട എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള പോലത്തെ പെരുമാറി അവര് ഇന്നലെ വൈകുന്നേരമാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ കൗണ്ടർ കേസ് കൊടുത്തു. ഇവരുടെ പേരിൽ കൗണ്ടർ കേസ് കൊടുത്തു. കാരണം ഭരണസ്വാധീനം ഉണ്ടല്ലോ. എന്തായാലും സത്യം ജയിക്കുന്നവരെ പോരാടും, ആത്മഹത്യ ചെയ്യില്ല. താങ്ക് യു. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ ചികിത്സയ്ക്ക് തൊഴിൽ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നടത്താൻ അങ്ങനെ ഉണ്ടാവും. തീർച്ചയായും.